ആലപ്പുഴക്കാരുടെ ഉറക്കം കെടുത്തുന്ന വാർത്തയിലേക്കാണ് കുറുവാ സംഘം അതങ്ങനെ അവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ഉറക്കം കെടുത്തി കുറുവാ മോഷണ സംഘം ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും സ്വർണ്ണമാല മോഷ്ടിച്ചു. ആദ്യം മോഷണം നടന്ന മണ്ണഞ്ചേരിയിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരെയുള്ള പുന്നപ്രയിലാണ് അടുത്ത മോഷണം നടത്തിയത്. മോഷണ രീതികളിലെ സമാനതകളിൽ നിന്ന് കുറുവാ സംഘമാണെന്നാണ് പോലീസിന്റെ നിഗമനം. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ദൂരം താണ്ടിയുള്ള ഈ മോഷണം പോലീസിനെയും നട്ടം കറക്കുകയാണ്. ഇന്നലെ രാത്രി 12:30-ഓടെയാണ് മോഷണം. പറവൂർ തൂക്കുകുളം കിഴക്ക് മനോഹരന്റെ വീടിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ നീതുവിന്റെ കഴുത്തിൽ കിടന്ന 1.5 പവന്റെ സ്വർണ്ണമാലയും 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ 1/2 പവന്റെ മാലയുമാണ് അപഹരിച്ചത്. അടുക്കള വാതിലിന്റെ കൊളുത്ത് പൊളിച്ചാണ് കള്ളൻ അകത്തു കയറിയത്. പാന്റ് മടക്കി വെച്ച് ഷട്ടിടാതെ മുഖം മറച്ച ഒരാളാണ് മോഷണം നടത്തിയത്. മുറിക്കകത്തെ വെളിച്ചത്തിൽ കണ്ടുവെന്നും കുഞ്ഞുള്ളതുകൊണ്ട് രാത്രി ലൈറ്റിട്ടാണ് കിടന്നതെന്നും നീതു പോലീസിന് മൊഴി നൽകി. കുറുവാ സംഘത്തിൻ്റെതെന്ന് സംശയിക്കുന്ന 10ഓളം മോഷണങ്ങൾ ജില്ലയിൽ അടുത്തിടെയുണ്ടായി. കോമളപുരത്തും മണ്ണഞ്ചേരിയിലും ചേർത്തലയിലും കായംകുളത്തും കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അടുക്കള വാതിൽ പൊളിച്ച് അകത്തുകടക്കൽ, വസ്ത്രധാരണം, സ്ത്രീകളുടെ മാത്രം മാല പൊട്ടിക്കൽ തുടങ്ങിയ മോഷണ രീതികളിൽ നിന്നാണ് കുറുവാ സംഘം എന്ന് പോലീസ് സംശയിക്കുന്നത്. സാമ്പത്തിക വ്യത്യാസമില്ലാതെ സ്ത്രീകൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതാണ് കുറുവാ സംഘം കേരളം തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. ആലപ്പുഴ DYSP MR മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. 24 ആലപ്പുഴ.